നമുക്ക് മൂവി സോങ്സിലൊക്കെ കാണുന്ന പോലത്തെ ഒരു എഫക്റ്റ് വളരെ സിമ്പിളായിട്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കി വെക്കുമല്ലോ. അത് നമുക്ക് സ്വന്തമായിട്ട് തന്നെ അഡോബ് പ്രീമിയർ പ്രോയിൽ നമുക്ക് എഫക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. അതും നമ്മൾ മൂവീസിലൊക്കെ കാണുന്ന അങ്ങനത്തെ എഫക്റ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും അഡോബ് പ്രീമിയർ പ്രോയുടെ മറ്റൊരു പാട്ടിലോട്ട് സ്വാഗതം. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഇതിനൊരു ഒപ്പാസിറ്റിയുടെ ഒരു എഫക്റ്റ് കീ ഫ്രെയിമൊക്കെ ആഡ് ചെയ്തു അല്ലേ. എന്നിട്ട് അങ്ങനത്തെ ഒരു എഫക്റ്റൊക്കെ ഉണ്ടാക്കി. ഓക്കെ, ആ സൗണ്ടിനനുസരിച്ച് ഇങ്ങനെ മാറുന്നത്. അപ്പോൾ ഇനി ഞാൻ ഈ അടുത്ത വീഡിയോയിൽ സ്വന്തമായിട്ട് നമുക്ക് ഈ മൂവീസിൽ സോങ്സിലൊക്കെ കാണുന്ന ഒരു ചെറിയൊരു എഫക്റ്റ് നമുക്ക് ഉണ്ടാക്കി വെക്കാം. വളരെ സിമ്പിളാണ്, പെട്ടെന്ന് തന്നെ കഴിയും, കൂടുതൽ ടൈമൊന്നും വേണ്ട, പക്ഷേ നല്ല രസകരമാണ്. ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു എഫക്റ്റും കൂടിയാണത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം പോകാൻ നമ്മുടെ ടൈം ലൈനിൽ ഇവിടെ വന്ന് നിൽക്കാം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ പോവുക, ന്യൂ ഐറ്റം ഇതിൽ പോവുക, ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് നേരെ പോവുക കളർ മേറ്റ്. ഓക്കെ, ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഇവർ ചോദിക്കുന്നത് വിഡ്ത്ത് ഹൈറ്റ് അത് 1920, അതായത് നമ്മളുണ്ടാക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞിട്ട് 1080p ആണ്. അപ്പോൾ അതൊക്കെ ഓക്കെ, സ്ക്വയർ പിക്സൽസ് ഓക്കെ ക്ലിക്ക് ചെയ്തു. ഇനി അവർ ചോദിക്കുന്നത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന കളർ മേറ്റിൻ്റെ കളർ എന്താണെന്നാണ്. അപ്പം ഒന്നില്ലെങ്കിൽ നമുക്ക് വൈറ്റ് സെലക്ട് ചെയ്യാം, ബ്ലാക്ക് സെലക്ട് ചെയ്യാം, എല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ ഏത് കളർ വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഒക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ. ഞാനിവിടെ തൽക്കാലം വൈറ്റ് കളർ സെലക്ട് ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഇവിടെ പോയിട്ട് ഏതെങ്കിലും ഒരു കളർ വേണമെങ്കിൽ അതും സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ പോയിട്ട് ഈ കളർ സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ തൽക്കാലം ഈ കളർ സെലക്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മളെ കളർ മേറ്റിന് ഞാൻ കളറിന് പേര് കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ശ്രദ്ധിച്ചോളൂ. ഇവിടെ നിന്ന് ഇങ്ങനെ ഇയാളെ പിടിച്ചു, നേരെ ഇങ്ങോട്ട് വന്നു, ഡ്രാഗ് ചെയ്തു. ഓക്കെ, ഡ്രാഗ് ചെയ്തല്ലോ. അപ്പോൾ ഇതിനെ ഓവർലാപ്പായി പോയി അല്ലേ. ഓക്കെ, അത് പ്രശ്നമില്ല. നമ്മൾ ഫസ്റ്റിൽ വന്ന് നിന്നു, നമ്മൾ കീബോർഡിൽ പ്ലസ് സൈൻ ചെയ്ത് നമ്മളൊന്ന് ജസ്റ്റ് സൂം ഇൻ ചെയ്യാണ്. ഓക്കെ, കണ്ടോ. അപ്പോൾ എവിടെയാണ് നമ്മുടെ ടൈം ലൈനിൽ? ഇവിടെ ഉണ്ട്. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ശ്രദ്ധിച്ചോളൂ. ഞാൻ 4 ഫ്രെയിം മുന്നിലോട്ട് പോകണം. അതിനായിട്ട് നമ്മൾ കീബോർഡിലെ റൈറ്റ് ബട്ടൺ 4 പ്രാവശ്യം, അത് ആരോ മാർക്ക് ഉണ്ടല്ലോ നമ്മുടെ കീബോർഡിലെ, 4 പ്രാവശ്യം നമ്മൾ ക്ലിക്ക് ചെയ്തു. 1 2 3 4. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് റേസർ ടൂൾ എടുക്കാനാണ്. റേസർ ടൂളിൻ്റെ ഷോർട്ട് കട്ട് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും തോന്നുന്നു, സി ആണ് റേസർ ടൂളിൻ്റെ ഷോർട്ട് കട്ട്. ഞാൻ കട്ട് ചെയ്തു. ഓക്കെ, ഇവിടെ കട്ട് ചെയ്തു. എന്നിട്ട് നമുക്കൊരു തൽക്കാലം ഒരു കാര്യം ചെയ്യാം. നമ്മൾ ഈ വീഡിയോക്ക് പ്രശ്നങ്ങളൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തൽക്കാലം ഇയാളെ പിടിച്ചൊന്ന് ലോക്ക് ചെയ്തേക്കാം അല്ലേ. ഈ വീഡിയോനെ നമുക്ക് ഒന്ന് പിടിച്ച് ലോക്ക് ചെയ്യാം. കാരണം നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഈ വീഡിയോയിൽ എഫക്റ്റ് വരാൻ പാടില്ല. ഇവിടെ ഒന്ന് ലോക്ക് ചെയ്തു. ഓക്കെ, ഇനി ഞാൻ ഇവിടെ 4 ഫ്രെയിം എതിർ കട്ട് ചെയ്തു അല്ലേ. വീണ്ടും 4 ഫ്രെയിം മുന്നിലോട്ട് പോകാൻ പോവാണ്. 1 2 3 4 4 ഫ്രെയിം ഞാൻ മുന്നിലോട്ട് പോയി, വീണ്ടും അവിടെ പോയി കട്ട് ചെയ്തു. ഞാൻ ജസ്റ്റ് ഇയാളൊന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാം. സൂം ചെയ്തു. ഓക്കെ, 4 ഫ്രെയിം ഇവിടെ നമ്മൾ കട്ട് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ 4 ഫ്രെയിം മുന്നിലോട്ട് പോകണം. 1 2 3 4 വന്നു, ഒരു കട്ടും കൂടി കൊടുത്തു. 1 2 3 4 ഒരു കട്ടും കൂടി കൊടുത്തു. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ സെലക്ഷൻ ടൂൾ അല്ലെങ്കിൽ വി സെലക്ട് ചെയ്തു. എന്നിട്ട് ഇവിടെ പോയി ഒന്ന് ഡിലീറ്റ്. ഓക്കെ, ഇവിടെ പോയി വീണ്ടും ഡിലീറ്റ്. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ 4 ഫ്രെയിമിലുള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതെല്ലാം കൂടി ഒന്ന് ഡിലീറ്റ് ചെയ്യണം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ 2 ആളെ മാത്രം സെലക്ട് ചെയ്യുക. 2 ആളെ സെലക്ട് ചെയ്തു, റൈറ്റ് ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്യുക, അല്ലെങ്കിൽ കമാൻഡ് സി അല്ലെങ്കിൽ കൺട്രോൾ സി നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, ഞാനിവിടെ വന്നു, 4 ഫ്രെയിം മുന്നിലോട്ടാണ് ഇവിടെ ഉള്ളത്. ഞാൻ പോയി കൺട്രോൾ വി, ഞാൻ കമാൻഡ് വി കൊടുത്തു, ക്ലിക്കായി. 4 ഫ്രെയിം മുന്നിലോട്ട് ഒന്നുകൂടി പോയി, 4 ഫ്രെയിം വീണ്ടും കമാൻഡ് വി കൊടുത്തു. ഓക്കെ, ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത് ജസ്റ്റ് ഒന്ന് നോക്കിയാലോ. ഓക്കെ, നമ്മുടെ നല്ല ബീറ്റൊക്കെ ഉള്ള സൗണ്ട് ആണെങ്കിൽ നല്ല രസമുണ്ടാവും അത് കാണാൻ. അയ്യോ, നല്ല ഭംഗിയായിട്ടില്ല. നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഒരു എക്സ്ട്രാ കുറച്ചും കൂടി നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, നമ്മൾ 1 2 3 4 കമാൻഡ് വി, 1 2 3 4 കമാൻഡ് വി, 1 2 3 4 കമാൻഡ് വി. ഓക്കെ, ഇനി ജസ്റ്റ് ഒന്ന് പ്ലേ നോക്കിയാലോ. ഓക്കെ, അപ്പോൾ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ കൊണ്ടുവച്ചു. ഓക്കെ, അയ്യോ, വളരെ സിമ്പിളായിട്ട് നമ്മളെ ഈ ഫിലിമിലൊക്കെ നല്ല ബീറ്റുള്ള സോങ്സിലൊക്കെ ആണെങ്കിൽ നല്ല രസമുണ്ടാവും കാണാൻ. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഇതേപോലെ തന്നെ ചെയ്യാം. ജസ്റ്റ് നമ്മളെ റേസർ ടൂളും ജസ്റ്റ് ഇവിടെ നിന്ന് ഒരു കളർ മേറ്റ് നമുക്ക് ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഈ കളർ മേറ്റ് നമുക്ക് ഏത് കളറിൽ വേണമെങ്കിലും, നമുക്ക് ബ്ലാക്കിൽ വേണമെങ്കിൽ ബ്ലാക്ക്, വൈറ്റിൽ വേണം. ഓക്കെ, അപ്പോൾ നേരത്തെ സൂം എഫക്റ്റും പിന്നെ നമ്മളിപ്പോൾ ഉണ്ടാക്കിയ
ഇപ്പം നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ എഫക്റ്റും കൂടി ചെയ്തിട്ട് അപ്പം നല്ല സോങ്സ് ഒക്കെ ആണെങ്കിൽ, നല്ല ബീറ്റൊക്കെ ഉള്ള സോങ്സ് ആണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും. ഇപ്പം ഇൻട്രോ ഒക്കെ ആണെങ്കിൽ, ഇപ്പം ആക്ടേഴ്സൊക്കെ വരുന്ന ഇൻട്രോ ആണെങ്കിൽ മിക്കവാറും സോങ്സിൽ ഈ ഒരു എഫക്റ്റ് ആയിരിക്കും നമുക്ക് കാണുക. വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. നമ്മളെ മൂവീസിലൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക വളരെ എളുപ്പമാണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ നമുക്കൊരു എഫക്റ്റ് നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഇറേസർ ടൂളൊക്കെ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാമെന്നാണ്. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും തിരിച്ച് വരുന്നവരെ ടേക്ക് കെയർ.